ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ കരുത്തുമായി 2026 ലോകകപ്പിന് യോഗ്യത നേടി ബ്രസീൽ. പരാഗ്വയെ എതിരില്ലാത്ത ഒരു ഗോളിന് വീഴ്ത്തിയാണ് ബ്രസീൽ ടീമിന്റെ ലോകകപ്പ് പ്രവേശനം. ബ്രസീൽ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയറാണ് ബ്രസീലിനായി വല കുലുക്കിയത്. വീഴ്ചകളിൽ നിന്ന് ബ്രസീലിന് കരുത്തു പകരാനെത്തിയ പുതിയ പരിശീലകൻ കാർലോ ആഞ്ചലോട്ടിക്കിന് കീഴിൽ ബ്രസീൽ നേടുന്ന ആദ്യ ജയമാണിത്. ഏറെ നാളുകൾക്ക് ശേഷം കൊറിന്ത്യൻസ് അരീന മൈതാനത്ത് ബ്രസീൽ ടീമിന്റെ അഴിഞ്ഞാട്ടമാണ് കണ്ടത്. ഗോളുകൾ എണ്ണം കൊണ്ട് കുറഞ്ഞെങ്കിലും പ്രതാപകാലത്തെ ബ്രസീൽ ടീമിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള കളിയാണ് ബ്രസീലിന്റെ പുത്തൻ തലമുറ പുറത്തെടുത്തത്. മത്സരത്തിൽ 73% പന്ത് ബ്രസീലിന്റെ കൈവശമായിരുന്നു. പരാഗ്വ പലപ്പോഴും ബോളിന് വേണ്ടി മിനിറ്റുകളോളം ബ്രസീലിന്റെ പിന്നാലെ ഓടുന്ന കാഴ്ചയ്ക്കും കൊറിന്ത്യൻസ് അരീന വേദിയായി. 44-ാം മിനിറ്റിലാണ് കളിയിലെ വിജയ ഗോൾ പിറന്നത്. മതേയൂസിന്റെ അസിസ്റ്റൻസിൽ വിനീഷ്യസ് ജൂനിയറാണ് ഗോൾ നേടിയത്. പെനാൽറ്റി ബോക്സിൽ റഫീനയ്ക്ക് നഷ്ടമായ ബോൾ പിടിച്ചെടുത്ത് വലതു വിങ്ങിലൂടെ കുതിച്ചു കയറിയ മതേയൂസ് കുഞ്ഞ വിനീഷ്യസിന് നീട്ടി നൽകി. മുന്നിൽ തുറന്നുകിടന്ന വലയിലേക്ക് ആ ബോളിനെ ഒന്ന് വഴിതിരിച്ചുവിടേണ്ട പണി കൃത്യമായി വിനീഷ്യസ് ജൂനിയർ നിർവഹിച്ചതോടെ കളിയിലെ കാനറിപ്പടയുടെ ഏക ഗോൾ പിറന്നു. ഗോൾ അവസരങ്ങൾ പലതും തുറന്നു കിട്ടിയെങ്കിലും അവയൊന്നും ലക്ഷ്യത്തിലെത്തിക്കാൻ ബ്രസീലിന് കഴിഞ്ഞില്ല. കാനറികൾ 11 ഷോട്ടുകൾ പോസ്റ്റിന് നേരെ കളിയിലുടനീളം ഉതിർത്തു. അതിൽ 4 ഗോളാകാൻ സാധ്യതയേറിയ ഓൺ ടാർഗറ്റ് ഷോട്ടുകളായിരുന്നു. സ്പോർട്സ് ഡെസ്ക്, കേരള പ്രണാമം.